ഏട്ടാ, ഞാൻ അച്ഛൻ്റെ ഇങ്ങോട്ട് നിക്ക്. അച്ഛ അശോകേട്ടന്റെ ഫോണില് അച്ഛനോട് സംസാരിക്കണമെന്ന്. എന്താ അശോക, പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങിയോ? അനിത എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെ, നിങ്ങളുടെ വാക്കിന് വില തരാത്തവരോട് നിങ്ങൾ ഇനി ഒന്നും ആവശ്യപ്പെടല്ലേ തന്നേട്ടാ. എനിക്കിതിന്റെ പിന്നാലെ ഒന്നും ഓടാൻ വയ്യ. അതെ, അനിത ദുബായിന്ന് അശോകം വിളിച്ചാണെന്ന് തോന്നുന്നു. അവള് വലിയ സന്തോഷത്തിലാ. അവൻ സാധാരണ രാത്രിയിലാണല്ലോ വിളിക്കാറ്. ഈ സമയത്ത് വിളിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണാതിരിക്കില്ല. എന്താ പിന്നെ നീ വെച്ചോ. ശബരിയോടും ബാക്കിയുള്ളവരോടും ഒക്കെ ഞാൻ പറഞ്ഞോളാം. അശോകനെ ലീവിന് വരാൻ പോണ്. അവിടെ തൊഴിലാളികൾ ചേർന്ന് നടത്തുന്ന 50 ലക്ഷത്തിന്റെ ചിട്ടി അവനാ ഇത്തവണ കിട്ടിയിരിക്കുന്നത്. 50 ലക്ഷോ? 5 വർഷത്തെ അവന്റെ സമ്പാദ്യം മുഴുവൻ അവൻ നിക്ഷേപിച്ചിരിക്കുന്നത് അതില. കാശിപ്പ കിട്ടിയാലും 2 വർഷം കൂടി തവണ അടയ്ക്കേണ്ടി വരും. എങ്കിൽ പിന്നെ ഇപ്പൊ എന്തിനാ അശോക് നാട്ടി വരുന്നേ? ആ പണം ബാങ്കിലിട്ട് അതിന്റെ പലിശ കൊണ്ട് ചിട്ടി അടച്ചു തീർത്ത് വന്നാ പോരെ? പിന്നെ അതായിരിക്കും നല്ലതെന്ന എന്റെ അഭിപ്രായം. ഈ 2 വർഷവും കൂടി അവിടെ നിന്നാ അവന് നല്ലൊരു കര പിടിക്കാം. അല്ലാതെ 50 ലക്ഷവും കൊണ്ട് ഇവിടെ വന്നാ കടലില് കായം കലക്കിയതുപോലെ അതങ്ങ് തീരുവന്നേ. അശോകേട്ടൻ 1 മാസത്തെ ലീവിനാ ചേച്ചി വരുന്നേ, അല്ലാതെ വിസ ക്യാൻസൽ ചെയ്ത് വരുന്നൊന്നും അല്ല. അതൊക്കെ ഇപ്പൊ പറയും. ഇവിടെ വന്നാ പിന്നെ കയ്യിലെ കാശ് തീരുന്നു വരെ അശോകൻ തിരിച്ചു പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അവൻ തിരിച്ചു പോകാതെ എങ്ങനെയാടാ അവിടത്തെ കടം വീട്ടുന്നത്? അവൻ വരികയും ചെയ്യും പോവുകയും ചെയ്യും. അതാരും മുടക്കാൻ നോക്കണ്ട. എനിക്കെന്റെ മോനെ കാണണം. എന്നെ കാണാനാ അവൻ വരുന്നേ. വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. ധനേട്ടന് ചായ ഇടാൻ തുടങ്ങുമ്പോഴാ അശോകേട്ടന്റെ ഫോൺ വന്നേ. അല്ല ചേച്ചി ധനേട്ടന് ചായ കൊടുത്തായിരുന്നല്ലേ? പിന്നെ കൊടുക്കാതെ? എന്റെ ഭർത്താവിന്റെ കാര്യം ഞാൻ തന്നെ നോക്കിയല്ലേ പറ്റുള്ളൂ. ഇനി നിന്നെയൊന്നും വിളിച്ചെടുത്ത് കിട്ടില്ലല്ലോ. അശോകനും കുറച്ച് കാശ്. അതെ, എന്താ ഈ നോക്കിയിരിക്കുന്നെ? ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? എഴുന്നേറ്റ് വാ മനുഷ്യ, വാ. ഇതെന്താ ഈ കാണിക്കുന്നേ? ആരാ നീ? അയ്യോ, ഭാനുമയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ സുകുമാരിയാ, സെൽഫി സുകുമാരി. ഓ, അല്ല നീ കറുത്ത ഗ്ലാസ് ഒക്കെ വെച്ചെന്നപ്പോ എനിക്ക് ആളെ അങ്ങ് മനസ്സിലായില്ല. ഒന്ന് കളറാകണമെന്ന് തോന്നി ഭാനുമ്മേ. എന്നാലും സെൽഫി സുകുമാരി എന്നൊരു പേരുണ്ട്. ഓ, നമ്മൾ സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോ അതിനൊരു ഗുമ്മൊക്കെ വേണ്ടേ? ആ വേണം വേണം, അത് വേണം. അല്ല ഇപ്പൊ എന്താ സുകുമാരിയുടെ ഏർപ്പാട്? ഈ സെൽഫി പിടുത്തം മാത്രമാണോ? ഏയ്, സെൽഫി നമ്മുടെ ഒരു വീക്ക്നെസ് മാത്രല്ലേ ഭാനുമ്മേ. ഇതുകൊണ്ട് ജീവിക്കുന്ന എങ്ങനെയാ? അല്ല പണ്ട് നീ വീടുകൾ തോറും കേറി ഇറങ്ങി പച്ചക്കറി വിറ്റ് നടന്നു. ആ ഇപ്പൊ കൊറേ നാളായിട്ട് കാണാറില്ല, അതുകൊണ്ട് ചോദിച്ചതാ. പച്ചക്കറി പരിപാടി ഞാനങ്ങ് നിർത്തി ഭാനുമ്മേ. ഇപ്പൊ കളക്ഷൻ ഏജന്റാ. ആ കളക്ഷൻ ഏജന്റ്. ഈ ഓണത്തിനും വിഷുവിനും പെരുന്നാളിനും ക്രിസ്മസിനും ഒക്കെ വീട്ടമ്മമാർക്കേ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ ചേർന്നൊരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്.
അതിലേക്ക് ആളെ ചേർക്കലും കളക്ഷൻ എടുക്കലും എന്റെ ജോലി. ഇപ്പൊ മനസ്സിലായി. ഇത്തവണത്തെ ഓണത്തിന് 100ഓളം വീടുകളിലാ ഞങ്ങൾ ഫ്രിഡ്ജും ടിവിയും വാഷിംഗ് മെഷീനും ഒക്കെ എത്തിച്ചത്. അടുത്ത വർഷം ഓണത്തിന് ഭാനുമ്മയ്ക്ക് എന്താ വേണ്ടത്? എന്റെ പൊന്നെ, എനിക്കൊന്നും വേണ്ടായേ. അല്ല, അടുത്ത ഓണത്തിന് ഞാൻ ഉണ്ടാവുമോ എന്ന് പോലും അറിയില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ ഭാനുമ്മ, എനിക്ക് സങ്കടം വരും. ഒരോർമ്മയ്ക്ക് നമുക്ക് ഒരു സെൽഫി കൂടെ അങ്ങ് എടുത്താലോ? ഓ, നീ ഒന്ന് പോ സുകുമാരി. ഇവിടെ ഇപ്പൊ ഒന്നും ആവശ്യമില്ല. പിന്നെ എന്തിനാ വെറുതെ നിന്ന് സമയം കളയുന്നേ? എന്നെ ഭാനുമ്മ അപ്പൊ ഒഴിവാക്കുകയാണല്ലേ? ഭാനുമ്മയ്ക്ക് വേണ്ടെങ്കിലും ഈ വീട്ടുകാർക്ക് വേണമെന്ന് ചോദിക്കാലോ. നമ്മുടെ സുശീലേച്ചിയുടെ മകനും മരുമകളല്ലേ ഇവിടെ താമസിക്കുന്നേ? ആരാ ഭാനുമ്മേ? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. പക്ഷേ സുശീലേച്ചിയുടെ മരുമകളെ എനിക്കറിയാം. ചേച്ചി എപ്പ കണ്ടാലും മരുമകളുടെ വിശേഷങ്ങൾ പറയും. ഓണച്ചിട്ടി ചേർക്കാൻ വന്നതാ. ഇതുവരെ കണ്ടിട്ടില്ലാത്തവരെ പോലും സുകുമാരിക്കപ്പൊ വലിയ പരിചയമായിരിക്കും. ജീവിക്കാൻ വേണ്ടിയല്ലേ ഭാനുമ്മേ? ഓരോ നറുക്കെങ്കിലും ചേരണം മാഡം. അടയ്ക്കുന്ന കാശിന് തുല്യ വിലയുള്ള എന്ത് വീട്ടുപകരണങ്ങൾ വേണമെങ്കിലും എടുക്കാം. പിന്നെ നറുക്കെടുപ്പുണ്ട്. വരുന്ന ഓണത്തിന് മെഗാ പ്രൈസ് 55 ഇഞ്ചിന്റെ ടിവിയും 1.5 ടണ്ണിന്റെ AC-യാ. ആഴ്ചയിൽ 100 രൂപ അടച്ചാ മതി. ചേച്ചി ഇപ്പൊ പോയിട്ട് അടുത്ത ആഴ്ച വാ, ഞാൻ അപ്പ ചേർന്നോളാം. വിരുന്നുകാർ വല്ലവരും ആയിരിക്കും വരുന്നല്ലേ? അറിയില്ല. അല്ല, മാഡത്തിന്റെ ഭർത്താവ് ഇവിടെ ഇല്ലേ? ഉണ്ടെങ്കിൽ നീ കാണില്ലേ സുകുമാരി? ഇന്ദ്രനെ കടയിൽ പോയിരിക്ക. അതാരാനു? എന്താ രവി? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്നാ പിന്നെ ഞാൻ അടുത്ത ആഴ്ച വരാം. നമസ്കാരം സാറേ. ആ, നമസ്കാരം. ഞാൻ സുകുമാരി. അടുപ്പുള്ളൊരു സെൽഫി സുകുമാരി എന്ന് വിളിക്കും. ആ, നീ ആരാണെന്നേ ഈ സാറ് ചോദിച്ചോ സുകുമാരി? ഈ സാർ ആരാണെന്ന് നിനക്കറിയോ? ഒന്ന് പരിചയപ്പെടാന്ന് വെച്ചാ ഭാനുമ്മേ. എവിടെയും കേറി എന്തും കാണിക്കാന്ന് വിചാരിക്കല്ലേ സുകുമാരി? നീയേ നിന്റെ പണി നോക്കി പോവാൻ നോക്ക്. ഓ, ഞാൻ പോയേക്കാവേ. ആ, എന്നാലേ ചെല്ല്.